എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വിശേഷത്തിലേക്ക് വരാം. ഇന്നത്തെ ബിഗ് ബോസ് മലയാളം 7-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇന്ന് സംഭവിച്ചത്. അനു ഫയർ ആയിരുന്നു ഇന്ന്. അനു ആയിരുന്നു ഫുള്ള് സ്ക്രീൻ സ്പേസ് അനു കൊണ്ട്. ഒരു പ്രമോ നിങ്ങൾ കണ്ടു കാണുന്നത് രാവിലെ തന്നെ കാണിച്ച അനു അപ്പാനെ കൂടെ വഴക്കുണ്ടാക്കുന്നത്. ഹനുമോനെ സൂപ്പർ പവർ സൂപ്പർ. ഞാൻ കുറേ നാളത്തെ ബിഗ് ബോസ് കണ്ടതിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ് അനുമോൾ. കാരണം എന്താണെന്നറിയാം, പല പല ആൾക്കാരും പവർഫുൾ ആയിട്ടുള്ള ലേഡീസ് വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ. അത് രഞ്ജിനി, പേളി, അങ്ങനെ കുറേ ആൾക്കാർ പവർഫുൾ ആയിട്ടുള്ള ലേഡീസ് വന്നു. പക്ഷെ അനുമോളിൻ്റെ ഒരു ഒരു എന്താ പറയുക, പുറമേ അനുമോൾ ഒരു പാവം കുട്ടി, ക്യൂട്ട്നെസ് ഉള്ള കുട്ടി, പാവം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലൊരു ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതൊന്നും അല്ല അനുമോൾ ഒരു പവർഫുൾ, ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു ആളാണ് ഇന്നത്തെ ഒറ്റൊരു, ഓൾറെഡി നമുക്ക് മനസ്സിലായി. ഇന്നത്തെ ഒരു ഒറ്റ പ്രൊമോയിലൂടെ നമുക്ക് മനസ്സിലായി. ഞാൻ ഫുൾ അതിൻ്റെ വീഡിയോ ലൈവ് ഞാൻ കണ്ടിരുന്നു. സൂപ്പറായിരുന്നു. കാരണം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഗിസലും അനുമോളും തമ്മിൽ ചേരത്തില്ലെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പം കിച്ചൺ ടീമിൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്കാരെയും കിച്ചണിൽ കയറ്റത്തില്ല. എന്നിട്ട് പ്രത്യേകിച്ച് ഗ്യാസ് ഉപയോഗിക്കാനൊന്നും വേറൊരാൾക്കും അലൗഡില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും ഫുഡ് വേണമെങ്കിൽ കിച്ചൺ ടീമിലുള്ള ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നവിനെ പോലും അവർ അടുപ്പിച്ചിട്ടിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അനു ഇങ്ങനെ കുളിച്ചിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് ഗിസലും നവീനും കൂടിയിട്ട് എന്തൊക്കെയോ അവിടെ നിന്ന് ഉണ്ടാക്കുന്നു. പക്ഷെ അത് നമുക്ക് നിയമത്തിന് വിരുദ്ധമല്ലേ. അപ്പം അനുമോൾ അത് ചോദ്യം ചെയ്തു. എന്തിനവിടെ കയറി എന്നുള്ള ചോദ്യം ചെയ്ത് അങ്ങനെ ഇഷ്യൂ ആയപ്പം അവർ പറഞ്ഞത്, ഗിസലും നവീനും ഒക്കെ പറഞ്ഞു, നവീനും കിച്ചൺ ടീമിലുള്ള പറഞ്ഞതെന്ന് വെച്ചാൽ, കിച്ചൻ്റെ ക്യാപ്റ്റനായ അപ്പാനിയും ക്യാപ്റ്റനും അവരോട് സമ്മതം ചോദിച്ചിട്ടാണ് ഇവരെ കിച്ചണിൽ കയറിയെന്നാണ്, ഗിസൽ കിച്ചണിൽ കയറിയെന്നാണ് പറയുന്നത്. പക്ഷേ അനുമോളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇവരോട് ആരോടും പറഞ്ഞപ്പോൾ അവിടെ ഒരു ബഹളമായപ്പോൾ അപ്പയാനോട് പറഞ്ഞ് എന്തോ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. അതായത് ക്യാപ്റ്റനെ കുറിച്ച് ഒരു കഴിവില്ലാത്തൊരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിയുമ്പോൾ അപ്പാനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്കറിയില്ല. അപ്പാനെ അടിക്കുന്ന രീതി അനുവിനെ കുറച്ച് അടിച്ചു, ദേഹത്തെല്ലാം തൊട്ടു. പക്ഷെ എല്ലാവരും പിടിച്ചില്ലായിരുന്ന അനുവിനെ അടിച്ചേനെ. ആ ഒരു പവറായിട്ടൊരു ഭ്രാന്തനെ പോലൊക്കെയാണ് വന്നേക്കുന്നത്. ഇത് വളരെ ബിഗ് ബോസ് അത് ചോദ്യം ചെയ്യണത്. പ്രത്യേകിച്ച് ആറടിക്കാൻ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ലേഡീസിൻ്റെയൊക്കെ അഥവാ ഒരു കൈയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, സംഭവം കഴിഞ്ഞില്ല. നമ്മുടെ പലർക്കും കണ്ടല്ലേ, റോബിൻ്റെ തന്നെ ഒരു തള്ളു തന്നപ്പോൾ തന്നെ റോബിൻ ഔട്ടായിരുന്നു. അതുപോലെ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ആവാൻ പറയാൻ വേണ്ട, അപ്പാനിയോടൊന്ന് ഉപദേശിക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഭയങ്കര ബഹളമായി, അങ്ങനായി ഇങ്ങനായി, മാടയോ കോടയോ എല്ലാവരും വന്ന് പിടിച്ചു മേടിക്കും. എല്ലാവരുമായിട്ട് മുടിഞ്ഞ ബഹളം. അത് കഴിഞ്ഞപ്പം അനുമോൾ പറഞ്ഞ് ഒരു പാവം പെണ്ണ് ഇവിടുന്ന് പോകാൻ അപ്പാനി കാരണം പോയെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ബിൻസി പോയല്ലേ, ബിൻസി പോകാൻ കാരണം അപ്പാനി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അല്ല, അക്ബർ നീ ആരാടി, അങ്ങനെ എന്താണ് നീ പറഞ്ഞ അക്ബർ അനുമോളെ പുറത്ത്. അനുമോള് മൈൻഡേ ചെയ്യുന്നില്ല. പറഞ്ഞു പൊടി എന്ന് പറഞ്ഞു. അനുമോള് പറഞ്ഞു നിന്റെ വീട്ടുകാരെ പോയി പറയാൻ പറഞ്ഞു. അപ്പോൾ നീ നിന്റെ വീട്ടുകാരെ പറഞ്ഞു മുടിഞ്ഞാണ്. അനുമോള് മോനെ പവർ എന്ന് വെച്ചാൽ ഇതാണ് പവർ. ഇതാണ് ലേഡീസും മെൻസിനും ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല, ആരായാലും പവർ. പക്ഷേ നമ്മൾ എൻ്റയർ ഡിഫറെൻ്റ് ആയിട്ടൊരു നമ്മുടെ മൈൻഡിൽ, ഈ ജനങ്ങളുടെ, കേരളത്തിലുള്ള ജനങ്ങളുടെ, അനുമോളെ അറിയാവുന്ന ജനങ്ങളുടെ മൈൻഡിൽ അനുമോളൊരു പാവം കുട്ടി, കൊച്ചുകുട്ടി, ഇതൊന്നപ്പോൾ നല്ലതാണ് കുട്ടി എന്നുള്ള ചിന്ത. പക്ഷെ അനുമോടെ ഇടയിൽ നിന്നൊരു ഇങ്ങനത്തെ ഒരു ഉണ്ടാകുന്ന വെച്ചാൽ പവറുകൾ. മറ്റേ റോബിൻ്റെ സീസണില്ലായിരുന്നു. റോബിൻ്റെ സീസണിൽ പോയി കഴിഞ്ഞപ്പോൾ ദിൽഷ ഇതുപോലെയായിരുന്നു. രാജാവിൻ്റെ വീട്ടും റോബിന് വേണ്ടി ചെയ്യത്തില്ല, അതുപോലെ ഒരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം അന്നൊക്കെ നമുക്ക് ഫീലിംഗ് ഉണ്ടായില്ലേ, അതുപോലെ ഒരു എഫക്റ്റ് ആയിരുന്നു. മോനെ അനുമോൾ സൂപ്പർ. അനുമോൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, സത്യം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇല്ലാതെ തന്നെ ജെന്യുവനായിട്ടുള്ള വഴക്കുകളാണ്. അല്ലാതെ അവിടെ കിടന്ന് വാഴകൾ കിടന്ന് കാണിക്കുന്നതിൻ്റെ വിട്ട് ചുമ്മാതെ കയറി വഴക്കുണ്ടാക്കുന്നില്ല. എന്തെങ്കിലും ജെന്യുവനായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അനുമോൾ. പക്ഷെ അതിൽ നിന്ന് എല്ലാം എനിക്ക് മനസ്സിലായി, നമ്മുടെ കുറേ ആൾക്കാർക്ക് മനസ്സിലായി, ജെന്യുവനായിട്ടുള്ള വഴക്കുകൾ മാത്രമേ അനുമോൾ ചെയ്യാറുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ അത് അങ്ങനെ അല്ലായിരുന്നു. അനുമോൾ ക്യാപ്റ്റനൊക്കെ പറഞ്ഞിട്ടാണ്, അവരനുവദിച്ചിട്ടാണ് പറഞ്ഞത്. ഫുഡ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അനുമോൾ പറയുന്ന ഒരു റീസൺ, അനുമോളെ ആരും ഇതുവരെയായിട്ട് കിച്ചണിൽ ചെന്നപ്പം ഗീസയിലൊക്കെ പണ്ട് ഓടിച്ചിരുന്നു. സെക്കൻഡ് തിങ്സ്, ഇവർ സമ്മതിക്കാൻ കാരണം ഗിസലും ഒക്കെ ഈ അപ്പാനിയുടെയും മറ്റേ ആര്യൻ്റെയൊക്കെ ഗ്യാങ്ങിലുള്ളവരായതുകൊണ്ടാണ് അവരെ സമ്മതിച്ചത്. അത് വേറൊരാളായിരുന്നെങ്കിൽ ഇവർ സമ്മതിക്കത്തില്ലെന്നാണ് പറയുന്നത്. അതൊക്കെ കറക്റ്റാണ്, പോയിൻ്റാണ് കേട്ടോ.
അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും മുടിഞ്ഞ വഴക്കായിരുന്നു. പക്ഷേ ലാസ്റ്റിൽ ഈ പെണ്ണിൻ്റെ ബിൻസിയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് തോന്നുന്നു അനുമോൾ ചെന്നിട്ട് അപ്പാനിയോട് ക്ഷമ പറഞ്ഞ് അതൊക്കെ എന്തായാലും സോൾവ് ആയിട്ട്, അതായത് നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ അനുമോളുടെ. ചെന്ന് അപ്പാനി ക്ഷമ പറഞ്ഞിട്ടുണ്ട്, ചെന്നിട്ട് അപ്പാനിയോട് ക്ഷമ പറഞ്ഞ് കാല് വീണിട്ട് ക്ഷമ പറഞ്ഞിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. വഴക്കൊണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ, തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ബിൻസിയുടെ പേര് പറഞ്ഞതിൻ്റെ പേരിലാണ് കേട്ടോ. തെറ്റ് പറ്റിയിട്ട് കാല് പിടിച്ചാലും ക്ഷമ ചോദിക്കുന്ന ഒരു കുഴപ്പമില്ല. നല്ല നല്ല ഗുരുത്തുള്ള കുട്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറയാൻ കാരണം എന്താണെന്നറിയാം, നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി ഫുള്ളും അനുമോട് സപ്പോർട്ട്. ഈ ഹേറ്റേഴ്സും ഉണ്ട്, പകുതി ഹേറ്റേഴ്സും ഉണ്ട്, പകുതി നല്ല അഭിനയം. കരച്ചിലുണ്ട്, ആർക്കറിയാം. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇത് ഇച്ചിരി ഇത് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇതൊക്കെ അറിയും. ആ ഒരു ഫീലിംഗ് ഉള്ള ആളും ഞാൻ, പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരാളും ഞാനും. പല ആൾക്കാരും അങ്ങനെയാണ്, പുറമെ കാണിക്കത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഷോയിൽ വ്യത്യാസം ഒരു കരഞ്ഞു പോവും. കരയട്ടെ, കരയുന്നതിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പം ഫുൾ ആൾക്കാരും അനുമോളുടെ സപ്പോർട്ടാണ് കേട്ടോ. അനുമോള് ഇന്ന് മറ്റേ ഫ്ലവറാന്ന് പറഞ്ഞു, ഫ്ലവർ അല്ലടാ ഞാൻ ഫയറാന്ന് പറഞ്ഞതിൻ്റെ ഒരു സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു അനുമോൾ. അപ്പോൾ ഇത്രയുള്ള നിങ്ങൾ ഇന്ന് എപ്പിസോഡ് കാണുക. ഓക്കെ, അഭിപ്രായം പറയാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.